ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് എങ്ങനെ സ്വന്തമായിട്ടൊരു വാൾ സ്റ്റിക്കേഴ്സ് തയ്യാറാക്കാം എന്നുള്ളതാണ്. ഒരു എസ്തറ്റിക് രീതിയിലൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് റൂം ഒന്ന് മേക്ക് ഓവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 200 രൂപയ്ക്കകത്തൊക്കെ നിങ്ങൾക്ക് ഒരു വാൾ സ്റ്റിക്കേഴ്സ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തിരക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നേരത്തെയും ഒരുപാട് ട്യൂട്ടോറിയൽസ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, താല്പര്യമുള്ളവർ കാണുക. അപ്പം ഇതാണ് ഞാൻ എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് എടുത്ത പേപ്പേഴ്സ്. ഈ പേപ്പർ A4 സൈസ് 180 GSM ലേസർ പ്രിൻറ്റിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് പ്രിൻ്റ് വേണേലും എടുക്കാം, അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. A5 സൈസിലാണ് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്, അതായത് 7x5 എന്നുള്ള സൈസിലാണ്. ഞാൻ ഏത് വീഡിയോ ഇട്ടാലും എൻ്റെ അടുത്ത് ഒരാളെങ്കിലും ചോദിക്കുന്ന ഒരു കമൻറ്റാണ് ഈ പേപ്പർ കട്ടർ എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്ന്. ഇത് ഞാൻ അടുത്തൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ഏകദേശം എനിക്ക് 2000 രൂപ ആയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തന്നെ ലിങ്ക് ഞാൻ നേരത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. നമുക്ക് ആവശ്യമില്ലാത്ത എഡ്ജസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഒരു സൈസിൽ കിട്ടും. 7x5 ആയതുകൊണ്ട് കുഴപ്പമില്ല, അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് സൈസിലാണോ പ്രിൻ്റ് എടുക്കേണ്ടത് ആ സൈസിൽ പ്രിൻ്റ് എടുക്കാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. എഡിറ്റിങ്ങിൽ ഞാൻ എല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എഡിറ്റിംഗ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പേപ്പേഴ്സൊക്കെ നമുക്ക് എങ്ങനെ ഭിത്തിയിൽ ഒട്ടിക്കാം എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. ഒന്നുകിൽ നമുക്ക് 10 രൂപയുടെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കാം, അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടേപ്പ് ഒട്ടിക്കാം. ഇതും ഡബിൾ സൈഡ് തന്നെയാണ്, നമുക്ക് ഏത് വേണേലും ഒട്ടിക്കാം. അതല്ല നമുക്ക് ഗ്ലൂ ഗണ്ണ് വേണമെങ്കിലും ഒട്ടിക്കാം. ഗ്ലൂ ഗണ്ണിനെക്കാട്ടി കുറച്ചുകൂടി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഡബിൾ സൈഡ് ടേപ്പാണ്. പിന്നുള്ളത് ഈ ഒരു ഗ്ലൂ ആണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ എഡിറ്റിങ്ങിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് തന്നെ ഇതിന് വേണ്ടത് പിൻട്രസ്റ്റ് എന്ന് പറയുന്നൊരു ആപ്പാണ്. അതിൽ സെർച്ച് ബാറിൽ പോയി നിങ്ങൾക്ക് ഏതിൻ്റെ രീതിയിലാണോ പോസ്റ്റർ തയ്യാറാക്കേണ്ടത് അത് തയ്യാറാക്കാം. പോസിറ്റീവായിട്ടുള്ള കോട്ട്സ് ആണോ, അതോ എസ്തറ്റിക് രീതിയിലാണോ, അതോ BTSൻ്റെ ആണോ, കാറിൻ്റെ ആണോ, നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അത് സെർച്ച് ചെയ്ത് കൊടുത്താൽ ആ ഒരു മോഡൽസ് വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഏത് പിക്കാണോ വേണ്ടത് ആ പിക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിൻ്റെ താഴെ ഒരു 3 ഡോട്ട്സ് കണ്ടോ, ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ഡൗൺലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് വരുന്നത്. അത് നേരെ നമ്മുടെ ഗ്യാലറിയിലേക്കാവും. അങ്ങനെ നിങ്ങൾക്ക് എത്ര ഫോട്ടോസ് വേണോ അത്രയും ഫോട്ടോസ് നമുക്ക് ഈ ഒരു പറഞ്ഞ മെത്തേഡിൽ കൂടെ ചെയ്യാം. ഡൗൺലോഡ് ചെയ്താൽ നേരെ നമ്മുടെ ഗ്യാലറി വരും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ക്യാൻവ എന്ന് പറയുന്നൊരു ആപ്പാണ്. അത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ക്രിയേറ്റ് സൈസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്പൺ ആക്കുക. ഈ PX എന്നുള്ളത് മാറ്റിയിട്ട് ഇഞ്ച് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ സൈസ് അടിച്ചു കൊടുക്കുക, അതായത് ഇഞ്ചസ് അടിച്ചു കൊടുക്കുക. ഞാനിപ്പം A5 ആയതുകൊണ്ട് 7x5 എന്നുള്ള രീതിയിലാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഹൈറ്റ് 7 വിഡ്ത്ത് 5 എന്ന് അടിച്ചു കൊടുത്ത് ക്രിയേറ്റ് ന്യൂ ഡിസൈൻ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമ്മൾ അടിച്ചു കൊടുത്ത രീതിയിൽ ഒരു പേജ് ക്രിയേറ്റ് ആയിട്ട് വരും. അതിൻ്റെ താഴെ എലമെൻറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ ഫ്രെയിം എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ ഒരുപാട് ഫ്രെയിംസ് വരും. അതിൽ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ ഒരു ഫ്രെയിം എടുക്കുക. എന്നിട്ട് ഈ പേജ് ഫില്ലായി നിൽക്കുന്ന രീതിയിൽ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ 1-2 തവണ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഇത് മനസ്സിലാവും. അതങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പം അതിൻ്റെ താഴെ ഗാലറി അല്ലെങ്കിൽ അപ്ലോഡ് എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഗാലറിയാണ് എടുക്കുന്നത്. ഗാലറി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഫോട്ടോസ് നമുക്ക് എടുക്കുക. ആ ഫോട്ടോ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രെയിമിലേക്ക് ഇൻസേർട്ടായി പോയിക്കോളും. കറക്റ്റ് ഫില്ലായി നിൽക്കാൻ വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഡൗൺലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ PDF പ്രിൻ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണോ പ്രിൻ്റ് എടുക്കുന്നത് അങ്ങോട്ടോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും വാട്സപ്പിലോട്ടോ ഇത് PDF ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ പ്രിൻ്റ് എടുക്കുന്നിടത്ത് അവരോട് പറയണം 7x5 ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സൈസിലാണോ ചെയ്യുന്നത് ആ സൈസിലാണ് ചെയ്തത്. ഒരു A4 ആ ഒരു സൈസ് വെച്ച് എത്രയാണോ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും അങ്ങനെ ചെയ്തു തരാൻ പറയണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.